സെയിൽസിൽ ജോയിൻ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് ഗ്രോത്ത് ആക്കി പറയുന്നതെന്നുണ്ടെങ്കിൽ അതാണോ യഥാർത്ഥ ഗ്രോത്ത്? വേറെ എന്തൊക്കെ ഗ്രോത്താണ് നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ കാലം നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായില്ല? ഒരാളോട് ഞാൻ സംസാരിച്ചാൽ ഇത് ചെയ്ത അത് ചെയ്ത അവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആ ഒരു മെൻറ്റാലിറ്റിയിൽ മാത്രം ലൈഫ് ഏകദേശം സ്കൂൾ കോളേജ് ലൈഫ് വരെ തീർത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റി തന്നതും ഈ ഒരു സെയിൽസിൽ ഞാൻ ജോയിൻ ചെയ്തോട്ടെ. കാരണം ഒരു കമ്പനിയിൽ പോകുമ്പോൾ ഒരു റിസപ്ഷനിസ്റ്റിനെയോ അല്ലെങ്കിൽ പുതിയൊരാളെയോ കണ്ടിട്ട് നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണ്, നമുക്ക് എന്താ സംസാരിക്കേണ്ടത്, നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്തും കിട്ടുള്ളൂ. ഇവിടെ ആരും സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഞാൻ യുജിയിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, പക്ഷെ അത് പുറത്ത് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം എന്താ, എനിക്ക് ഇംഗ്ലീഷിലൊന്നും സംസാരിക്കാറില്ല. അവസാനം ദുബായിൽ വന്ന് ഇവിടെ വേറെ നിവർത്തില്ല. കാരണം ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് ഫിലിപ്പിനോസ് ഉണ്ടാവും, ആഫ്രിക്കൻസിലുള്ളവരുണ്ടാവും, യൂറോപ്യൻസ് ഉണ്ടാവും, ഇന്ത്യൻസ് ഉണ്ടാവും, നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹിന്ദി പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കണോ? ഹിന്ദി പഠിക്കുന്നത് സെയിൽസിൽ ബെറ്ററാണ്, പക്ഷേ ഞാൻ കുറച്ചുകൂടി വിചാരിച്ചു എനിക്ക് ഏതായാലും അറിയാത്തതും എനിക്ക് ആവശ്യമായിട്ടുള്ളതും ഇംഗ്ലീഷാണ്. സോ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോഴും ഇംഗ്ലീഷിൽ എന്തോ വലിയ ഫ്ലുവൻ്റ് ആണ്, ആനയാണ് ചേനയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാനും സംസാരിക്കാനും പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് മാത്രമല്ല, ആ ഒരു കോൺഫിഡൻസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി തരും.